കർത്താവിൻ്റെ അതിപരിശുദ്ധമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ എല്ലാവരെയും ക്ഷേമത്തോടും സൗഖ്യത്തോടും കൂടെ ആയിരിക്കുന്നു എന്ന് കർത്താവിൽ പ്രതീക്ഷിക്കുന്നു. വലിയ ദൈവപ്രവൃത്തികളും വലിയ ദൈവിക നന്മകളും നമ്മുടെ കുടുംബങ്ങൾക്കകത്ത്, വ്യക്തിപരമായ ജീവിതത്തിനകത്ത് പരിശുദ്ധാത്മാവ് ചെയ്യട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാ മനുഷ്യൻ്റെയും ജീവിതത്തിനകത്ത് വരണ്ടുപോയ അവസ്ഥകൾ, നന്മയുടെ കാലഘട്ടങ്ങൾ എല്ലാ മനുഷ്യൻ്റെയും ജീവിതത്തിനകത്തുണ്ട്. ഏതു മനുഷ്യനെ എടുത്താലും, പണക്കാരനെ എടുത്താൽ, പാമരനെ എടുത്താൽ, സ്തോത്രം ആരെ എടുത്താലും എല്ലാവർക്കും വരൾച്ചകളും ഉയർച്ചകളും എല്ലാമുണ്ട്. ഇന്ന് ഈ സമയത്ത് എൻ്റെ പ്രിയപ്പെട്ടവരെ അഭിസംബോധന ചെയ്ത് ഒരു പ്രവചന ശബ്ദം കൈമാറാൻ ആഗ്രഹിക്കുന്നു. 1 രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വേദവാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്: യഹോവ ഭൂമിയിൽ മഴ പെയ്യിക്കുന്ന നാൾ വരെ കലത്തിലെ മാവ് തീർന്നു പോകുകയില്ല, ഭരണിയിലെ എണ്ണ കുറഞ്ഞു പോകുകയുമില്ല എന്ന് ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞു. വളരെ സുപരിചിതമായ ഒരു തിരുവചന വാക്യഭാഗമാണ് നാം വായിച്ചു കേട്ടത്. നമുക്കറിയാം, ഏലിയാവ് സാരഭാത്തിലെ വിധവയുടെ അടുക്കിലേക്ക് കടന്നു പോകുന്നു. ദൈവദൂതൻ വന്ന് പറഞ്ഞ് അവിടേക്ക് കടന്നു പോകുമ്പോൾ അവിടെ ഒരു അസാധാരണമായ വിടുതൽ വെളിപ്പെടുന്നത് നമുക്കറിയാൻ കഴിയും. അതെ, കഴിഞ്ഞ സമയങ്ങളിൽ അവർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രതിസന്ധിയിൽ ഇനിയും മുൻപോട്ട് ഒന്നും ചിന്തിക്കാൻ കഴിയുകയില്ല, ഇനി മുൻപോട്ട് പോകാൻ കഴിയുകയില്ല എന്നുള്ള വല്ലാത്ത സാഹചര്യ സമ്മർദ്ദം അവൾ നെഞ്ചിലേറ്റി. അവൾ അവിടെ ചെയ്യുന്ന ഒരു വിഷയമെന്ന് പറയുന്നത് മരിക്കുവാൻ ഇച്ഛിച്ച് വിറകു പറക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. നാട്ടിലെങ്ങും രാജ്യത്തിലെങ്ങും വറ്റി വരണ്ട അവസ്ഥ, ഒരു സ്റ്റെപ്പ് പോലും മുൻപോട്ട് വെക്കാൻ കഴിയാത്ത അവസ്ഥ, സകല പ്രതീക്ഷകളും അസ്തമിച്ചു പോയ അവസ്ഥ. അതുപോലെയുള്ളൊരവസ്ഥയിൽ എന്താണെന്ന് ചിന്തിക്കാൻ പോലും പറ്റുകയില്ല. ഇന്നുകൊണ്ട് ജീവൻ അവസാനിച്ചാൽ നാളെക്കുറിച്ച് ചിന്തിക്കണ്ടല്ലോ എന്ന് പറഞ്ഞ് വിറകു വിറക്കി മിഷ്ടത്രം അടയുണ്ടാക്കി മകനും കൊടുത്ത് മരിക്കുവാൻ പ്രിപ്പയർ ചെയ്ത് മരിക്കുവാൻ ക്രമീകരണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരമ്മ, ഒരു വിധവ. ദൈവത്തിന് സ്തോത്രം. എന്നാൽ അവൾ വിറകു പറക്കുന്നതിന് മുമ്പ് തന്നെ 17-ാം അധ്യായം 9-ാമത്തെ വാക്യത്തിൽ സ്തോത്രം ദൈവത്തിൻ്റെ ആത്മാവ് ഏലിയാവിനോട് ഇടപെടുന്നൊരു കാര്യമുണ്ട്. നീ എഴുന്നേറ്റ് സീദോനോട് ചേർന്ന സാരഭാത്തിലേക്ക് ചെന്ന് അവിടെ പാർക്കുക, നിന്നെ പുലർത്തേണ്ടതിന് അവിടെയുള്ളൊരു വിധവയോട് ഞാൻ കൽപ്പിച്ചിരിക്കുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് ഏലിയാവിരിക്കുന്ന സ്ഥലവും സാരഭാത്തിലെ വിധവയുടെ അവസ്ഥയും ഒരുപോലെ കണ്ടിട്ട് ഏലിയാവിനെ സാരഭാത്തിലെ വിധവയുടെ അടുക്കിലേക്ക് വിടുകയാണ്. പ്രിയപ്പെട്ടവരെ, ഏലിയാവ് കടന്നു പോകുന്നത് സാരഭാത്തിലെ വിധവയ്ക്ക് കുറച്ച് പണം കൊടുക്കാനല്ല, കുറച്ച് കാര്യങ്ങൾ ക്രമീകരിച്ചു കൊടുക്കാനൊന്നുമല്ല. എന്നാൽ ദൈവം ഏലിയാവിനോട് പറഞ്ഞ സാരഭാത്തിലെ വിധവയോട് കൽപ്പിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ മാനുഷിക ബുദ്ധിയിൽ ചിന്തിക്കാം, സാരഭാത്തിലെ വിധവ ആണെങ്കിൽ കൂടെയും എന്തെങ്കിലും വലിയ ക്രമീകരണമുള്ള നല്ല സാമ്പത്തിക ഭദ്രതയുള്ളതായിരിക്കാം എന്ന് മാനുഷികമായി ചിന്തിക്കാം. എന്നാൽ ഏലിയാവിനോട് ഇന്നിടത്തോട്ട് പൊക്കോളാനാണ് പറയുന്നത്. അവിടെ സാരഭാത്തിലെ വിധവയോട് ഞാൻ കൽപ്പിച്ചിരിക്കുന്നു എന്നുള്ള ഒരു ശബ്ദവുമായി പ്രവാചകൻ ആ ശബ്ദത്തിൻ്റെ പുറകെ മുൻപോട്ട് പോകുകയാണ്. എന്നാൽ രണ്ട് ഭാഗത്തും നടക്കുന്നത്, അവിടെ ഏലിയാവ് ഇരുന്ന സ്ഥലത്തിലെ വെള്ളം വറ്റിപ്പോയി. കർത്താവിന് സ്തോത്രം. അവിടുത്തെ വാതിൽ അടഞ്ഞപ്പോൾ അടുത്ത ഒരു വാതിൽ തുറന്നിട്ടിട്ട് ഇന്നിടത്തോട്ട് പൊക്കോളാൻ ദൈവം കൊടുക്കുന്ന കൽപ്പനയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ഞാൻ ആത്മാർത്ഥതയോടൊരു പ്രവചന ശബ്ദമായി കൈമാറാം. നമ്മുടെ മുമ്പിൽ നാം പ്രതീക്ഷിച്ച ചില വാതിലുകൾ അടഞ്ഞു പോയേക്കാം. ഇതായിരിക്കും എൻ്റെ മുൻപിൽ എനിക്ക് ഒരു ക്രമീകരണമാകുന്നതെന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്ന ആ വാതിൽ അടഞ്ഞു പോയെങ്കിൽ പരിശുദ്ധാത്മാവിൽ പറയാൻ ആഗ്രഹിക്കുന്നു, നാം
അറിയാതെ നാം പ്രതീക്ഷിച്ചിട്ട് പോലുമില്ലാത്ത അത്ഭുതമേറിയ ദൈവപ്രവർത്തികൾ നമ്മുടെ ലൈഫിനകത്തു ചെയ്യാൻ ദൈവം വിശ്വസ്തനായ ദൈവമാണ്. ഏലിയാവ് സാരഭാത്തിൽ ചെല്ലുമ്പോൾ വിറക് പറക്കി അടയുണ്ടാക്കി മകനും കൊടുത്തു മരിക്കുവാനുള്ള ക്രമീകരണങ്ങൾ ചെയ്യുമ്പോൾ ഏലിയാവ് സ്തോത്രം ആ സഹോദരിയോട്, അമ്മയോട് പറയുകയാണ്, എനിക്ക് കുടിക്കുവാൻ ഒരു പാത്രത്തിൽ കുറെ വെള്ളം കൊണ്ടുവരണം എന്ന് പറഞ്ഞു. സ്തോത്രം ഒരു ഗ്ലാസ് വെള്ളമല്ലേ, അല്ലെങ്കിൽ ഒരു പാത്രത്തിൽ വെള്ളമല്ലേ കൊടുക്കുവാൻ തിരിയുമ്പോൾ അവൾ കൊണ്ടുവരുവാൻ പോകുമ്പോൾ ഒരു കഷണം അപ്പവും കൂടെ നിന്റെ കയ്യിൽ കൊണ്ടുവരണമെന്ന് പറഞ്ഞു. അവൾ നിസ്സഹായ അവസ്ഥയിൽ നിൽക്കുന്നൊരു സാഹചര്യത്തിൽ ഒരു അപ്പം കൊടുക്കാനോ ഒരു അടയുണ്ടാക്കി കൊടുക്കാനോ പറ്റുന്നൊരു സാഹചര്യത്തിലല്ല എന്ന് പറഞ്ഞാൽ അടയുണ്ടാക്കി മകന് കൊടുത്തു മരണത്തിന് കീഴടങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് കാത്തിരിക്കുന്നൊരമ്മ നിസ്സഹായ അവസ്ഥയിൽ പറയുന്നൊരു കാര്യമുണ്ട്. അതിലവൾ പറയുകയാണ്, ദൈവമായ യഹോവയാണേ, കലത്തിൽ ഒരു പിടി മാവും തുരുത്തിയിൽ അല്പ എണ്ണയും മാത്രമല്ലാതെ എനിക്കൊരപ്പവും ഇല്ല. ദൈവത്തിന് സ്തോത്രം. അവളുടെ ഉള്ള അവസ്ഥ അവിടെ തുറന്നു കാണിക്കുകയാണ്. കലത്തിൽ ഒരു പിടി മാവ്, തുരുത്തിയിൽ അല്പമെണ്ണ, ഇതല്ലാതെ മറ്റൊന്നുമില്ല. അടുത്തത് മരണമാണ് വീട്ടിൽ സംഭവിക്കാൻ പോകുന്നതെന്ന് അവൾ സ്തോത്രം വിളിച്ചു പറയാണ്. എന്നാൽ പ്രവാചകൻ പറയുന്നു, സ്തോത്രം, ഭൂമിയിൽ മഴ പെയ്യിക്കുന്ന നാൾ വരെ രാജ്യത്തിൽ മഴ കണ്ടിട്ടില്ലായിരിക്കാം, ഭൂമിയിൽ ഈ സമയങ്ങളിൽ മഴ കാണത്തില്ലായിരിക്കാം, ഇനി എന്തെന്നുള്ളൊരു ചോദ്യചിഹ്നം മുൻപിൽ കാണുമായിരിക്കാം. എന്നാൽ ദൈവശബ്ദമായി കൈമാറുന്നു, ഭൂമിയിൽ മഴ പെയ്യിക്കുന്ന നാൾ വരെ നിന്റെ കലത്തിലെ മാവ് തീർന്നു പോകത്തില്ല, ഭരണിയിലെ എണ്ണ കുറഞ്ഞു പോകത്തില്ല എന്ന് പ്രവാചകൻ പ്രവചന ശബ്ദമായി കൈമാറുകയാണ്. അതേ, അന്നുവരെ അവൾ കണ്ടിട്ടില്ലാത്തൊരു വിടുതൽ അവൾ അന്നു മുതൽ അനുഭവിക്കുകയാണ്. എന്നെ കേൾക്കുന്ന എൻ്റെ മാതാപിതാക്കളോട്, എൻ്റെ സഹോദരങ്ങളോട് ഞാൻ ആത്മാർത്ഥതയോടെ കൈമാറാൻ ആഗ്രഹിക്കുന്നു. നാളിതുവരെ നാം കണ്ടിട്ടില്ലാത്ത, ക്ഷണികമായിട്ടുള്ളതല്ല, നിലനിൽക്കുന്ന ചില വിടുതലുകൾ, നിലനിൽക്കുന്ന ചില അനുഗ്രഹങ്ങൾ, നിലനിൽക്കുന്ന ചില ഭൗതിക നന്മകൾ, നിലനിൽക്കുന്ന ചില ആത്മീക അനുഗ്രഹങ്ങൾ പരിശുദ്ധാത്മാവ് എൻ്റെയും നിങ്ങളുടെയും കുടുംബത്തിനകത്ത്, വ്യക്തിപരമായ ജീവിതത്തിനകത്ത് ചെയ്യുമെന്നേ ദൈവസന്നിധിയിൽ ഉള്ള അവസ്ഥയത് തുറന്നു കാണിക്കാമെങ്കിൽ, നമ്മുടെ ഉള്ള അവസ്ഥ നല്ലതുപോലെ അറിയുന്നൊരു ദൈവം, അതേ അവസ്ഥയിൽ നമ്മൾ ഉള്ള അവസ്ഥ കർത്താവിനോടൊന്ന് സ്തോത്രം ബോധ്യപ്പെടുത്താമെങ്കിൽ, പറയാമെങ്കിൽ, ഇന്നു പകൽ ഒരു അത്ഭുതത്തെ സ്തോത്രം പെട്ടെന്ന് തീർന്നു പോകുന്നതല്ല, നിലനിൽക്കുന്ന ചില അത്ഭുതങ്ങൾ എൻ്റെയും നിങ്ങളുടെയും വീടിനകത്ത് സംഭവിക്കുവാനിടയായി തീരും. അതേ, വളരെ പ്രയാസത്തിലൂടെ, അവരുടെ വിഷയമെന്ന് പറഞ്ഞാൽ അവൾ വിധവയാണ്, അവൾ ഭർത്താവ് മരിച്ച വിധവയാണ്, യാതൊരു ആശ്രയവുമില്ലാത്ത. ഇങ്ങനെ വരൾച്ച മുന്നോട്ട് പോയാൽ മുൻപോട്ട് എനിക്കൊരു സ്റ്റെപ്പ് പോലും വെക്കാൻ പറ്റത്തില്ല എന്നുള്ളൊരവസ്ഥയാണ്. രണ്ട്, മരിക്കാൻ ഇച്ഛിക്കത്തക്ക നിലയിലുള്ള വരൾച്ച വെളിപ്പെട്ടു നിൽക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ദൈവം അയക്കുന്ന വിടുതൽ അത്ഭുതമായി മാറുമെന്നേ, ദൈവം പറയുന്നത് അത്ഭുതമായി മാറുമെന്നേ. ഇന്ന് ചിലരെ നോക്കി ഞാൻ പ്രവചന ശബ്ദമായി കൈമാറുന്നു, ഒരു അത്ഭുത വിടുതൽ അങ്ങയുടെ വീടിനകത്ത് നടക്കാൻ പോവുക. അങ്ങേ വേദനിപ്പിക്കുന്ന, അങ്ങേ തലകുനിപ്പിച്ച ആ വിഷയത്തിൻ്റെ മേൽ സ്തോത്രം, ഇനി മരണമേ ഉള്ളൂ എന്ന് മനസ്സുകൊണ്ട് പറഞ്ഞ ചില വിഷയങ്ങളുടെ മേൽ ഇന്നു പകൽ ഒരു വിടുതൽ ചലിക്കുമെന്ന് ആത്മാർത്ഥതയോടെ ഞാൻ കൈമാറാം. ദൈവത്തിൻ്റെ കരത്തിലേക്ക് നമ്മെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. ഭൂമിയിൽ സ്തോത്രം, ഭൂമിയിൽ മഴ പെയ്യിക്കുന്ന കാലത്തോളം സാരഭാത്തിലെ വിധവയെ, നീ മരിക്കണ്ട, നിന്റെ കലത്തിൽ മാവ് കാണും, നിന്റെ ഭരണിയിൽ എണ്ണ കാണും, നീ വിഷമിക്കേണ്ട ആവശ്യമില്ല. തലകുനിക്കാൻ ദൈവം അനുവദിക്കത്തില്ല. പ്രിയപ്പെട്ടവരെ, ക്ഷണികമായ വിടുതലല്ല, നിലനിൽക്കുന്ന ഒരു വിടുതൽ നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മ ചെയ്യും. അതുകൊണ്ട് ദൈവാശ്രയ ബോധ്യത്തോടെ, വിശ്വാസത്തോടെ, പരിശുദ്ധാത്മാവിനെ ആശ്രയിച്ചുകൊണ്ട് നമുക്ക് മുൻപോട്ട് പോകാം. വലിയ ദൈവപ്രവർത്തികൾ നമുക്ക് വേണ്ടി പരിശുദ്ധാത്മ ചെയ്യും. ഗോഡ് ബ്ലസ് യു. കർത്താവ് നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു.